സഞ്ജുവേട്ടന് കാശ് തിരിച്ചിടണം, പിന്നെ അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ അനാർക്കിനെ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. ഹ്യൂമർ അൽത്താഫ് പഠിപ്പിച്ച ശേഷം വർക്കൗട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ലാന്ന് ഇങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണോ, ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണെന്നതില്ല, കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ ഞാൻ ഷിജുവിനോട് 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഈ മനുഷ്യനെ കൊണ്ട് പടം ചെയ്യാൻ പറ്റുമോ ഷിജു? ഇങ്ങനെ വർത്താനം പറഞ്ഞില്ല, ഇങ്ങനെ കഥ അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ ഷിജു നല്ല ചേട്ടാ മരുന്നുള്ളവനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരുന്നുള്ളവനാണെങ്കിൽ നമ്മളെ പിടിച്ചോണ്ടു പോകും. Mandakini, directed by Vinod Leela, produced by Sanju Nitan Spire Productions, overseas distribution by Fast Films. അവരുടെ കാസ്റ്റും ക്രൂവും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയയുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പെർമിഷനോട് കൂടി നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടത്തിയാലോ? കഴിച്ചു പാസാക്കോ? ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നതിനായി ഇവർ 2 പേരുടെ സാന്നിധ്യത്തിൽ, നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അൽത്താഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽത്താഫ്, ഐ റിക്വസ്റ്റ് യു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈക്ക് അലർജിയാണ്, ഇന്ന് പറ്റില്ല, സോറി. എനിക്ക് ആകെയുള്ളൊരു സഞ്ജുവേട്ടന് കാശ് തിരിച്ചിടണം, പിന്നെ അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ അനാർക്കിനെ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. പിന്നെ വേറെ അങ്ങനെയല്ല, ബാക്കി എല്ലാവരും നന്നായിട്ട് വരച്ച പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു സംവിധായകൻ കൂടെയാണല്ലോ അൽത്താഫ്. ബിക്കോസ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടന്മാരെക്കാട്ടും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, അതെന്താണ് കാരണം ഞാൻ അവിടുത്തെ ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ തന്നെ പറയില്ലേ അൽത്താഫ്? അല്ലേ? പക്ഷെ ഇയാൾ ലൈഫ് ഇത്രയും സീരിയസ് ആണോ ഇതിങ്ങനെ? മൈക്ക് അലർജി കുറച്ച് അങ്ങനെയാണ്, പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് ഈ വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണ് അല്ലേ ജീവിതത്തിൽ, ഇങ്ങനെ നമ്മുടെ ചോദിച്ചേട്ടനൊക്കെ അല്ലെ സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് പണ്ടാരടക്കം. അനാർക്കലി, സോ ലവ്ലി ടു സീ യു ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു പരിവേഷത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ഷീചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ അൽത്താഫ് പഠിപ്പിച്ച ശേഷം വർക്കൗട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ലാന്ന് ഇങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണോ, ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണെന്നതില്ല, കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ പൊതുവെ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, എനിക്ക് പേടിയാ. നമുക്ക് അൽത്താഫ് ബാലൻസ് ചെയ്തോളൂ മിണ്ടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്കൊന്ന് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രേയേഴ്സ് ഒക്കെ വേണം. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, അൽത്താഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത്. അനാർക്കലി മരിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു. അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്. സരിത കുക്കു, വിനീത് തട്ടിൽ, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി, കുട്ടി അഖിൽ, അജയ് വാസുദേവ്,
ലാൽ ജോസ്, ജിയോ ബേബി, അശ്വതി, ശ്രീകാന്ത് ആൻഡ് മെനി മെനി മോർ. ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇവരുടെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ ചെയ്യാൻ പോവാണ്. സോ അൽതാഫ് അനാർക്കലി ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരികെ നിന്ന് സ്ക്രീനിലേക്ക് കാണിച്ചാൽ അവിടെ സ്ഥാനം വരുമായിരിക്കും. റെഡിയാണോ? Are you ready for മന്ദാകിനി? Absolutely fantastic. So മന്ദാകിനിയും അങ്ങനത്തെ ഒരു ടോട്ടൽ പാക്കേജ് ആവണം എന്നൊരു ആഗ്രഹം സ്പയർ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഒരു മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസറായ സഞ്ജു ആണ്. സോ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരെയും ഔപചാരികമായി മന്ദാകിനിയുടെ ഈ ട്രെയിലർ ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യാനായി നായകനാവായിരുന്നല്ലോ. നീ രക്ഷപ്പെട്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ ജേണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു യാത്രയാണ്. അടിപൊളി ക്രൂ. ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒട്ടും അതൊരു വലുതായി കാണുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് റീച്ചിലോട്ട് എത്തുക എന്നുള്ള രീതിയിൽ ഒരു കൊമേഴ്സ്യൽ സാധനം എനിക്ക് അന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് അറിയാത്തൊരു ഫീൽഡാണ്, എനിക്ക് മനസ്സിലാവാത്തൊരു സാധനമാണ്. പക്ഷെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ഒരു കഥ പറയാൻ വരുന്ന സമയത്ത് നമ്മൾ ആ പറയുന്ന ആളിൻ്റെ ഒരു ഇൻറ്റൻഷനും ആ വരുന്ന ആളിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ, നമ്മളെ തന്നെ വേറൊരാളിൽ കാണുക എന്ന് പറയുന്ന ഒരു ഫീലുണ്ടല്ലോ. അതായിരുന്നു എനിക്ക് ബേസിക്കലി ഈ കഥ ആദ്യമായിട്ട് പറയുന്ന സമയത്ത് ഷിജു എൻ്റെ അടുക്ക് പറയുന്ന സമയത്ത് എനിക്ക് ഷിജു ഞാൻ കണ്ടത്. ഷിജു ആണ് ഇതിൻ്റെ DOP, ഷിജു ആണ് ഇതിൻ്റെ സ്റ്റോറി. ഷിജു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, എങ്ങാനും നിങ്ങൾക്ക് ബോറാവുകയാണെങ്കിൽ രാവിലെയാണ് പറയണത് കേട്ടോ. അപ്പം ഷിജു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഷിജു കഥ പറയും. ഷിജു പറഞ്ഞു അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ ചോദിച്ചാൽ ആരാ ചെയ്യുന്നത്? ചേട്ടാ അൽത്താഫാ ചെയ്യുന്നത്. അൽത്താഫ് അനാർക്കലിയുടെ പാട്ടിൽ ഓൾറെഡി അനാർക്കലിയെ അറിയാം. അൽത്താഫ് ഹീറോ ആവുമെന്ന് പറയുന്ന സമയത്ത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഷിജുവിനോട് പറഞ്ഞു നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വിനോദ് പിക്ചറിൽ വരുന്നത്, വിനോദ് കഥ പറയാൻ വരുന്നത്. വിനോദ് കഥ പറയുന്ന സമയത്തൊക്കെ ഷിജു ആണ് അപ്പോഴും കഥ പറയുന്നത്. വിനോദ് ഒന്നും പറയുന്നില്ല, വിനോദ് അവിടെ ഒരു സൈഡിൽ ഇരിക്കും. ഞാൻ ഷിജുവിനോട് 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഈ മനുഷ്യനെ കൊണ്ട് പടം ചെയ്യാൻ പറ്റുമോ ഷിജു? ഇങ്ങനെ വർത്താനം പറയുന്നില്ല, ഇങ്ങനെ കഥ അറിയാവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ ഷിജു നല്ല ചേട്ടാ മരുന്നുള്ളവനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരുന്നുള്ളവനാണെങ്കിൽ നമ്മളെ പിടിച്ചോണ്ട് പോകും, പടം എടുക്കാൻ പറ്റുമോ? അല്ല ചേട്ടാ അവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, നിങ്ങൾ നോക്കിക്കോ, ഒരു ഭീകരമായിട്ട് അവൻ പടം ചെയ്യും, എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിനോദം വിശ്വാസമില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ, നമ്മൾ ഒരുപാട് ഹ്യൂമർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹ്യൂമർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്ര ഓർഗാനിക്കായിട്ട് വിനോദ ഡീറ്റെയിലിംഗ് ആയിട്ട് ഹ്യൂമറിനെ കൈകാര്യം ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കൊമേഴ്സ്യൽ അറിയാൻ വയ്യാത്തൊരു മനുഷ്യനാണ് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ സിനിമ കാണാത്തൊരു മനുഷ്യനാണ് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന മനുഷ്യനാണ്. ഞാൻ അത്രയ്ക്ക് ആഴ്ചയിൽ ഇതാണ് എൻ്റെ ബ്രീത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയാണ് എൻ്റെ എല്ലാം. അതിൽ പറയുകയാണെങ്കിൽ വിനോദം എടുത്തു വെച്ചേക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഹ്യൂമർ റൈറ്റിംഗ്, ഒരു ശകലം പോലും ഹമ്പും ബമ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ത്രൂ ഔട്ട് സാധനം ഒരു 2 മണിക്കൂർ എടുത്തു വെച്ചേക്കുന്ന സാധനം ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ ഈ ഒരു വാക്ക് പറയത്തുമില്ല, നിങ്ങൾക്കിത് നോട്ട് ചെയ്ത്. അതാണ് നിങ്ങൾക്ക് മന്ദാകിനി. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെയ് 24 നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടം കാണാം. ബിബിൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ബിബിനാണ് മ്യൂസിക്. ബിബിനെ ഹാപ്പി അല്ലേ? ബിബിമോൻ ഡബ്സിയായിട്ട് ഒരു പാട്ടൊക്കെ ചെയ്ത് ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പേര് ഇനി ബിബിൻ്റെ മാറ്റണം, നമുക്ക് വേറൊരു പേരാക്കണം. ഡബ്സിയുടെ ഡബ്ബ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പേര് മാറ്റാം. ബിബിൻ്റെ അതെ. അപ്പം ബിബിൻ നല്ലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ഡബ്സിയുടെ. അപ്പം അങ്ങനെ ആ രീതിയിൽ അത്യാവശ്യം ഇന്ന് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങളും സരിഗമയായിട്ടൊരു ഡീല് ഞങ്ങൾക്കുണ്ടായി. ഭയങ്കരമായിട്ടൊരു ചെറിയ പടത്തിനെ ആ ഒരു രീതിയിൽ എത്തിച്ചു. പിന്നെ അത്യാവശ്യം വളരെ സന്തോഷമുള്ള കാര്യം, ഇന്ന് മലയാള സിനിമ ഇറങ്ങുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഈ പടം റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഫാർ ഫിലിംസുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്തു.
അങ്ങനെ എൻ്റെ ഒരു ചെറിയ ജേണി ഒരൊറ്റ പോസ്റ്ററിലൂടെ തന്നെ ഭയങ്കര ഭീകരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഇല്ലാതെ എൻ്റെ ക്രൂ മാത്രം ചെയ്ത പ്രൊമോഷനാണ് മന്ദാകിനിയുടെ ആദ്യത്തെ പോസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ സാധനം. അത് ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ 1 രൂപ ഞങ്ങൾ കൊടുക്കാതെ എൻ്റെ ക്രൂ മാത്രം ചെയ്തതാണ്, എൻ്റെ ടീം ചെയ്തതാണ്. ഞങ്ങൾ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക്. പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ അറിയുമോ എന്ന് സംശയം ഉണ്ടാക്കിയ വിനോദ്, എവിടെ നമ്മുടെ സംവിധായകൻ സഞ്ജു സാർ, ഡയറക്റ്റ് ചെയ്യാൻ അറിയാമോ വിനോദിന് എന്ന് പറയാൻ തോന്നുന്നേ. 3 വാക്കൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് എവിടെയാ സ്വന്തം പ്രൊഡ്യൂസറാ വരാ. ഇപ്പം ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അന്ന്. കാര്യം നമ്മൾ സിനിമ സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഒരു നമ്മുടെ ഒരു ആർട്ടിൻ്റെ ഒരു ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ഔട്ട് ഇന്ന് റിലീസാവാണ്. നാളെ നമ്മളെന്താണെന്നുള്ളൊരു അറിയാൻ പോകുന്ന ഒരു നിമിഷത്തെ ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. കൈഡി കൊടുക്കാം. മന്ദാകിനിയുടെ ഒരു കോർ ടീമാണ്. അടുത്തേക്ക് നിൽക്കാം. ഓക്കെ, സരഗമയുടെ ആരുടെയെങ്കിലും ഭാരവാഹികൾ ഇവിടെ ഉണ്ടെങ്കിൽ can I please welcome somebody from സരഗമ. സരഗമയാണ്. ഹലോ